സൂറത്തു സുഖ്റുഫിലെ 59-ാമത്തെ വചനത്തിൽ ഇൻ ഹുവ ഇല്ലാ അബ്ദുൻ അൻഅംന അലൈഹി വജഅൽനാഹു മസലൻ ലിബനി ഇസ്രായീൽ. ഖുർആൻ ഒന്നുകൂടി വ്യക്തമാക്കി, ഈസ നാം നിഅമത്ത് ചെയ്തിട്ടുള്ള അടിമയല്ലാതെ മറ്റാരുമല്ല. റൂഹെന്നോ കെലിമത്തെന്നോ എന്തു പറഞ്ഞാലും ശരി, ഖുർആൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് അള്ളാഹുവിന്റെ ഭാഗമാണ് എന്നല്ല, മറിച്ച് അള്ളാഹു നിഅമത്ത് ചെയ്തിട്ടുള്ള അടിമ മാത്രമാണ് എന്ന് ഈസയെക്കുറിച്ച് ഖുർആൻ സാക്ഷ്യപ്പെടുത്തി പറയുന്നു. ബനൂ ഇസ്രായേലിയർക്ക് ഒരു ഉദാഹരണമായി, മസലായി, മാതൃകയായി അദ്ദേഹത്തെ അള്ളാഹു ആക്കുകയും ചെയ്തിരിക്കുന്നു എന്നത്. ഇനി ആലോചിച്ചു നോക്കൂ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ പോലും ഞാൻ അള്ളാഹുവിന്റെ പുത്രനാണെന്നും അതുകൊണ്ട് എന്നെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടതെന്നും ഞാൻ അള്ളാഹുവിന്റെ 3 ഭാഗങ്ങളിൽ ഒരു ഭാഗമാണെന്നും ഈസാ നബി ഒരിക്കലും പറഞ്ഞതായി അവരുടെ ആളുകൾ തന്നെ എഴുതിക്കൂട്ടിയിട്ടുള്ള വേദഗ്രന്ഥം എന്ന് അവകാശപ്പെടുന്ന ഏടുകളിൽ അല്ലെങ്കിൽ അവർ പറയുന്ന സുവിശേഷങ്ങളിൽ കാണാൻ നമുക്ക് സാധിക്കുകയില്ല. മറിച്ച് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒന്നാമത്തെ സംസാരം തന്നെ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിനെതിരാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് അങ്ങനെയാകുന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നി അബ്ദുല്ലാഹ് ആത്താനിയൽ കിതാബ വജഅലനി നബിയ്യ. സൂറത്ത് മറിയമിലെ 30-ാമത്തെ വചനം. ഈസാ നബിയുടെ ആദ്യത്തെ സംസാരം ഇതാണ്. തൊട്ടിലിൽ കിടന്ന് അള്ളാഹു ഈസയെ സംസാരിപ്പിച്ചു. എന്താ പറഞ്ഞത്? ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ പുത്രനാണ്, ദൈവത്തിന്റെ ഭാഗമാണ് എന്നല്ല, ഞാൻ അള്ളാഹുവിന്റെ അടിമയാകുന്നു. ആത്താനിയൽ കിതാബ, എനിക്കല്ലാഹു ഗ്രന്ഥം നൽകിയിരിക്കുന്നു. വജഅലനി നബിയ്യ, എന്നെ അള്ളാഹു നബിയായി നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു. ഈസാ നബിയുടെ ഒന്നാമത്തെ വാക്കുപോലും ക്രിസ്ത്യാനികൾ പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾക്ക് എതിരാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ 4 സുവിശേഷങ്ങൾ എന്ന് അവർ അവകാശപ്പെടുന്ന ബൈബിളിന്റെ 4 ഭാഗങ്ങൾ പരിശോധിച്ചാലും പുരോഹിതന്മാർ എഴുതിയുണ്ടാക്കിയതും അവർ അവരുടെ വകയായി മാറ്റത്തിരുത്തലുകൾ നടത്തിയതും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ശരിയായ സനദോടുകൂടി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഞാൻ അള്ളാഹുവിന്റെ പുത്രനാണെന്നോ ഞാൻ ദൈവത്തിന്റെ ഭാഗമാണെന്നോ പറയുന്ന ഒരു കാര്യവും നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. അപ്പോൾ ഖുർആൻ പറയുന്നത് പോലെ തന്നെയാണ് യഥാർത്ഥ ബൈബിളും പഠിപ്പിക്കുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. മാത്രവുമല്ല, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം യഥാർത്ഥത്തിൽ മനുഷ്യനായിരുന്നുവെന്നും മനുഷ്യന്റെ പുത്രനാണെന്നും അതുപോലെ തന്നെ മനുഷ്യന്മാർ എന്ന് ഈസാ നബിയെക്കുറിച്ച് മാത്രമല്ല വേറെയും പ്രവാചകന്മാരെക്കുറിച്ചും സൃഷ്ടികളെ സംബന്ധിച്ചും ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ അക്കാര്യം ഉദ്ധരിച്ചതായി കാണാം. സൂറത്തുൽ മാഇദയിലെ 18-ാമത്തെ വചനം, നഹ്നു അബ്നാഉല്ലാഹി വ അഹിബ്ബാഉഹു. ക്രിസ്ത്യാനികൾ പറഞ്ഞ വാക്ക് ഖുർആൻ എടുത്തുദ്ധരിക്കുകയാണ്. നമ്മൾ അള്ളാഹുവിന്റെ മക്കളാണ്, വഅഹിബ്ബാഉഹു, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരുമാകുന്നു. അപ്പൊ ക്രിസ്ത്യാനികൾ വാദിച്ചത് ഞങ്ങൾ അള്ളാഹുവിന്റെ പുത്രന്മാരാണ്. അപ്പൊ അള്ളാഹുവിന്റെ പുത്രനാണ് ഈസ എന്നതുകൊണ്ടാണ് ദൈവത്തിന്റെ ഭാഗം എന്ന് പറയുകയാണെങ്കിൽ ഈസാ നബിയുടെ അനുയായികൾ എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ മുഴുവൻ ദൈവത്തിന്റെ ഭാഗമാകേണ്ടി വരും. കാരണം അവർ വിശ്വസിച്ചതെന്ന് ഖുർആൻ പറയുന്നത്. ഇനി അവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ളത് ഇതേ കാര്യം, നമ്മൾ അള്ളാഹുവിന്റെ അബ്നാഉകളാണ്, പുത്രന്മാരാണ് എന്ന് ആ 4 പുരോഹിതന്മാർ എഴുതിയിട്ടുള്ള അവരുടെ വാചകങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ പിന്നെ എല്ലാ ക്രിസ്ത്യാനിയും ദൈവമായി മാറുന്ന വിചിത്രമായ അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഈസാ നബി അല്ല, ക്രിസ്ത്യാനികളോ ആരും തന്നെ അള്ളാഹുവിന്റെ പുത്രനല്ല, അള്ളാഹുവിന് സന്താനങ്ങളില്ല. ഇനി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവ് അള്ളാഹുവാണ്, അള്ളാഹുവിന് ജനിച്ച കുട്ടിയാണ് എന്ന് ക്രിസ്ത്യാനികൾ പറയുന്നുവെങ്കിൽ അവിടെ നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, മനുഷ്യനെപ്പോലെ മൃഗങ്ങളെപ്പോലെ ലൈംഗിക വികാര വിചാരങ്ങളുള്ള കാമപൂർത്തീകരണം ആവശ്യമായ പ്രകൃതമുള്ള ആളാണ് അള്ളാഹു എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുമോ? അങ്ങനെ അള്ളാഹുവിന് വികാര പൂർത്തീകരണത്തിന്റെ ആവശ്യമുണ്ടായിരുന്നുവോ? മറിയമിൽ ഗർഭം ധരിച്ചുവെങ്കിൽ മറിയം അള്ളാഹുവിന്റെ ഭാര്യയാണ് എന്ന് വിശ്വസിക്കുമോ? അതല്ല എങ്കിൽ വിവാഹം കഴിക്കാതെയാണ് എങ്കിൽ അള്ളാഹുവും മറിയമും നടത്തിയ വ്യഭിചാരത്തിന്റെ സന്താനമാണ് എന്ന് ഈസയെക്കുറിച്ചോ അള്ളാഹുവും മറിയമും വ്യഭിചരിച്ചുവെന്നോ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുമോ? എന്നാൽ അള്ളാഹുവിന്റെ പുത്രനാണ് ഈസ എന്ന അവരുടെ വാദം കൊണ്ടാണ് ഈസയെ അള്ളാഹുവിന്റെ ഭാഗമാക്കി മാറ്റിയതെങ്കിൽ അതിനേറ്റവും അർഹതപ്പെട്ടത് ഈസയേക്കാൾ ആരാകുന്നു? ആദമാണ്. കാരണം ആദമിനെ പിതാവില്ലാതെ എന്ന് മാത്രമല്ല മാതാവുമില്ലാതെ മണ്ണിൽ നിന്ന് അള്ളാഹുവിന്റെ കുൻ എന്ന കൽപ്പന പ്രകാരം പ്രത്യേകമായി സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന ന്യായം കൊണ്ടാണെങ്കിൽ ഈസാ നബിയേക്കാൾ ദൈവത്തിന്റെ ഭാഗമാകാൻ
ആദമാണ് അവകാശപ്പെട്ടത്. എന്നാൽ ഒരിടത്തും ക്രിസ്ത്യാനികൾ ആദമിന് ഈ മഹത്വമുള്ളതോടൊപ്പം ആദമിന് ദൈവത്തിന്റെ പുത്രനായോ അതുകൊണ്ട് തന്നെ ആദം ദൈവത്തിന്റെ ഭാഗമായോ ക്രിസ്ത്യാനികൾ അവകാശപ്പെടുന്നില്ല എന്നതും അവരുടെ വാദത്തിന്റെ പൊള്ളത്തരം നമുക്ക് ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ക്രിസ്ത്യാനികളുടെ ഈ വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് പറഞ്ഞു, ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ ഹുവൽ മസീഹ് ഇബ്നു മറിയം. അല്ലാഹു എന്ന് പറഞ്ഞാൽ അത് മറിയമിന്റെ പുത്രൻ മസീഹാണ് എന്ന് പറഞ്ഞ ആളുകൾ ആരോ അവർ കഫറ, അവർ അവിശ്വാസികളായിരിക്കുന്നു. ക്രിസ്ത്യാനികളെ കുറിച്ച് കാഫിറുകൾ എന്ന് വിശേഷിപ്പിച്ചിട്ടില്ല എങ്കിലും അവരിൽ കുഫർ വന്നിട്ടുണ്ട്, അവർ അവിശ്വാസം പ്രവർത്തിച്ചിട്ടുണ്ട്, അവരിൽ ശിർക്ക് വന്നിട്ടുണ്ട് എന്ന കാര്യം വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ഇവിടെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഖുൽ, ഈസ അല്ലാഹുവിന്റെ പുത്രനും അല്ലാഹുവിന്റെ ഭാഗവുമാണ് എന്ന് വാദിക്കുന്നുവെങ്കിൽ നബിയെ ചോദിക്കുക, ഫമൻ യംലികു മിനല്ലാഹി ശൈആ, അല്ലാഹുവിൽ നിന്ന് വല്ലതും ഉടമപ്പെടുത്താൻ ആർക്കാണ് സാധിക്കുക? ഇൻ അറാദല്ലാഹു അൻ യുഹ്ലികൽ മസീഹ ഇബ്ന മറിയം, മറിയമിന്റെ പുത്രൻ മസീഹിനെ നശിപ്പിക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചാൽ എന്തെങ്കിലും ഉടമപ്പെടുത്താൻ ആർക്ക് സാധിക്കും? ഇതവർക്കുള്ള മറുപടിയാണ്. ഈസയെ ജൂതന്മാർ കൊന്നുവെന്ന് അവരെ അവകാശപ്പെടുന്നു, ക്രിസ്ത്യാനികളും അത് അംഗീകരിക്കുന്നു. യേശു കുരിശിലേറ്റപ്പെട്ടു എങ്കിൽ അല്ലാഹു അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചുവെങ്കിൽ അല്ലാഹുവിന്റെ ഭാഗമായ ഈസയെ രക്ഷപ്പെടുത്താൻ സാധിച്ചുവോ? സാധിച്ചില്ല എന്ന കാര്യമാണ് അവർക്ക് ഖണ്ഡനമായി ഖുർആൻ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വ ഉമ്മഹു, ഈസയുടെ ഉമ്മ മറിയമിനെയും നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ ആർക്കാണ് രക്ഷപ്പെടുത്താൻ സാധിക്കുക? ഈസയുടെ ഉമ്മ മറിയം മരിച്ചു, മറിയമിനെ മരണത്തിൽ രക്ഷപ്പെടുത്താൻ ദൈവത്തിന്റെ ഭാഗമായി നിങ്ങൾ വിശ്വസിക്കുന്ന ഈസക്ക് സാധിച്ചിട്ടുണ്ടോ? അതല്ല, വമൻ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ള മറ്റാരെയെങ്കിലും നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ രക്ഷപ്പെടുത്താൻ ആർക്കെങ്കിലും സാധിക്കുമോ? വലില്ലാഹി മുൽക്കു സമാവാതി വൽ അർളി വമാ ബൈനഹുമാ, അതുകൊണ്ട് തന്നെ ആകാശഭൂമികൾക്കിടയിലുള്ളതിന്റെ സർവ്വ അധികാരവും അല്ലാഹുവിനാണ്. നിങ്ങൾ അവകാശപ്പെടുന്ന ഈസക്ക് യാതൊന്നുമില്ല. യഖ്ലുഖു മാ യശാ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു അവൻ ഉദ്ദേശിച്ചത് സൃഷ്ടിക്കുകയും അവൻ എല്ലാറ്റിനും കഴിവുള്ളവനുമാകുന്നു എന്ന് സൂറത്തുൽ മാഇദ 17-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. ഇവിടെ ഈസ അല്ലാഹുവിന്റെ പുത്രനാണ് എന്നും അതുകൊണ്ട് ദൈവത്തിന്റെ ഭാഗമാണ് എന്നും വിശ്വസിക്കുന്ന ആളുകളോട് തിരിച്ചു നമുക്ക് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് ഉമ്മയുടെ വയറ്റിൽ കിടന്ന് ഗർഭം ധരിക്കപ്പെട്ട് പ്രസവിച്ച് പുറത്തേക്ക് വന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് ദൈവമാകുക? ദൈവത്തിന് ജനിക്കാൻ മറ്റൊരു ശക്തിയുടെ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ അതിനെ ആശ്രയിക്കേണ്ടി വരേണ്ടതുണ്ടോ? എങ്ങനെയാണ് ഉമ്മ പ്രസവിച്ച ഒരു കുട്ടി അത് ദൈവത്തിന്റെ പുത്രനാവുക? അതുപോലെ തന്നെ ദൈവത്തിന് തുടക്കവും ഒടുക്കവുമില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈസ എന്ന് ക്രിസ്ത്യാനികൾ പറയുന്ന അല്ലാഹുവിന്റെ ഭാഗമായ ദൈവത്തിന്റെ ഭാഗമെന്ന് അവർ വിശ്വസിക്കുന്ന ഈ ദൈവത്തിന്റെ 1/3 തുടക്കമുണ്ട്. അത് മറിയം പ്രസവിച്ച ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഈസക്ക് ഒരു അവസാനമുണ്ട്. ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും വിശ്വാസപ്രകാരം ഈസാ നബിയെ അവർ കുരിശിലേറ്റി കൊന്ന ദിവസം അത് അദ്ദേഹത്തിന്റെ മരണ ഡേറ്റാണ്. ഖുർആൻ അത് അംഗീകരിക്കുന്നില്ല. ഈസാ നബി ഇപ്പോഴും ആകാശലോകത്ത് ജീവിച്ചിരിക്കുന്നു, പക്ഷേ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. പിന്നീട് ഈസാ നബി ഭൂമിയിൽ വെച്ച് മരിക്കും. അന്ന് ഈസയുടെ മരണ ദിവസമാണ്. അപ്പോൾ തുടക്കവും ഒടുക്കവുമുണ്ട്. ഇത് ദൈവത്തിന് ഉണ്ടാകാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ ശത്രുക്കളായ ആളുകൾ ജൂദാസ് ഒറ്റുകൊടുത്ത് കുരിശിലേറ്റി ആണിതറച്ച് രക്തമൊലിച്ച് കഴുത്തു തൂങ്ങി കൈ നിവർത്തി അങ്ങനെ കുരിശിൽ ക്രൂശിക്കപ്പെട്ട യേശുവിന്, ഇവർ വിശ്വസിക്കുന്ന യേശുവിന്, ഈസാ നബിക്ക് തന്റെ ശരീരത്തെ പോലും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് പോലെ ഈസാ നബി എങ്ങനെയാണ് ഫാദിൽ വറയാവുക? അവർ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? ഈസാ ഫാദിൽ വറ, സൃഷ്ടികളുടെ വിമോചകൻ. മലയാളത്തിൽ അങ്ങനെയാണ് പറയുക. എല്ലാവരെയും മോചിപ്പിക്കാൻ വേണ്ടി വന്നവരാണ്. മോചിപ്പിക്കാനാണ് ഈസ കുരിശിലേറിയത്. അപ്പോൾ സ്വന്തത്തെ മോചിപ്പിക്കാൻ കഴിയാത്ത കുരിശിലേറ്റപ്പെട്ട എന്ന് അവർ വിശ്വസിക്കുന്ന ഈസാ നബി എങ്ങനെ മറ്റാളുകളെ രക്ഷപ്പെടുത്താൻ സാധിക്കും? അവരുടെ വിമോചകനാകും. രണ്ടും തമ്മിൽ പൊരുത്തപ്പെടുകയില്ല. മാത്രവുമല്ല, അള്ളാഹുവിന്റെ ഭാഗത്തിന് ഒരിക്കലും മറ്റാരെയും ആശ്രയിക്കേണ്ട ആവശ്യമുണ്ടാവുകയില്ല. എന്നാൽ ഈസയും മറിയമും രണ്ടുപേരെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അവർക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വന്നു എന്നതാണ്. കാനായ യഅ്കുലാനി തആം, ഈസയും അദ്ദേഹത്തിന്റെ ഉമ്മ സിദ്ദീഖത്തായ ഉമ്മയും രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു. അപ്പൊ ഭക്ഷണം കിട്ടണമെങ്കിൽ ഒന്നുകിൽ അവർ അധ്വാനിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർ അധ്വാനിച്ചതിനെ ആശ്രയിക്കണം. ഉൻളുർ കൈഫ നുബയ്യിനു ലഹുമുൽ ആയാത്ത്, എന്നിട്ട് അല്ലാഹു പറയുന്നു, ചിന്തിക്കുക
എങ്ങനെയാണ് അവർക്ക് ദൃഷ്ടാന്തങ്ങളെ നാം വിശദീകരിച്ചു കൊടുക്കുന്നത്? സുമ്മൻളുർ അന്നാ യൂഫകൂൻ, പിന്നെ എങ്ങനെയാണ് ഈ ആളുകൾ ഈ ഹക്കിൽ നിന്ന് വ്യതിചലിപ്പിക്കപ്പെടുന്നത്? ഭക്ഷണം കഴിക്കുന്നവൻ വിസർജിക്കേണ്ടി വരും, മലമൂത്ര വിസർജനം നടത്തണം, അതിനും മറ്റു ചില സഹായങ്ങളും സൗകര്യങ്ങളുമൊക്കെ ആവശ്യമാണ്. ഇതും ദൈവത്തിനുണ്ടാകാൻ പറ്റുകയില്ല. അപ്പോൾ ഭക്ഷണം ആശ്രയിക്കേണ്ടി വരുന്ന, വിസർജനം നടത്തേണ്ടി വരുന്ന മറിയമിനും ഈസയും അള്ളാഹുവിന്റെ ഭാഗങ്ങളല്ല എന്ന് അള്ളാഹു വിശദീകരിച്ചു കൊടുക്കുന്നു. എങ്ങനെ ഈ ആളുകൾ ഈ സത്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കപ്പെടുന്നു? അതായത് ഈ ഹക്ക് മനസ്സിലാക്കാതെ ഈസയെ അള്ളാഹുവിന്റെ ഭാഗമായി ശിർക്കായ വിശ്വാസത്തിലേക്ക് ഈ ആളുകൾ പോകുന്നത് എങ്ങനെയാണ്? ഇവർക്കിതൊന്നും മനസ്സിലാകുന്നില്ലേ? ഖുൽ അതഅബുദൂന മിൻ ദൂനില്ലാ, ചോദിക്കുക, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുകയാണോ? മാലാ യംലികു ലക്കും ദർറൻ വലാ നഫ്അ, നിങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ഉടമപ്പെടുത്താത്ത, ഈസയെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത, മറിയമിനെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത അത്തരം ആളുകളെ നിങ്ങൾ അള്ളാഹുവിന് പുറമെ ആരാധിക്കുകയോ? വല്ലാഹു ഹുവസ് സമീഉൽ അലീം, തീർച്ചയായും അള്ളാഹു കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. സൂറത്തുൽ മാഇദ 75-76 വചനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈസാ നബി ഒരിക്കലും തന്നെ ആരാധിക്കണമെന്ന് ഒരാളോടും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച തൗഹീദാണ് പഠിപ്പിച്ചത് എന്ന് നമുക്ക് കാണാം. ഖുർആൻ സൂറത്തു ആലു ഇമ്രാനിലെ 51-ാമത്തെ വചനം, ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും. എന്താണ് ഈസാ നബി പറഞ്ഞത്? ഞാൻ അള്ളാഹുവിന്റെ പുത്രനാണ്, എന്നെ ആരാധിക്കണമെന്നല്ല, മറിച്ച് എന്റെ റബ്ബും നിങ്ങളുടെ റബ്ബും ആരാണോ ഫഅ്ബുദൂഹു, ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക, എന്റെ പിതാവിനെ നിങ്ങൾ ആരാധിക്കുക എന്നല്ല, എന്റെയും നിങ്ങളുടെയും റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ഹാദാ സിറാത്തും മുസ്തഖീം, അതാണ് ശരിയായ ഈസാ നബിയുടെ മാർഗം, എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച മാർഗം. അപ്പൊ ശരിയായ തൗഹീദിലേക്കാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം